നമ്മളിന്ന് വാട്സപ്പിനെ കുറിച്ചുള്ള ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് ഓൺലൈനിൽ പോകാതെ, അതായത് നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയാതെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിന് റീപ്ലൈ കൊടുക്കാനൊക്കെ സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ എൻ്റെ ഒരു വാട്സപ്പിൽ നിന്ന് ജസ്റ്റ് ഞാൻ ഹായ് എന്നൊരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഒരു ബബിൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബബിൾ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബബിൾ വരും. ഈ ഒരു ബബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അതിന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ റീപ്ലൈ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ പോകാതെയായിരിക്കും ഈ ഒരു ചാറ്റിങ്. അപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ ഓൺലൈനിലൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സുഹൃത്ത് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഓൺലൈനിൽ പോകാതെ ഈ ഒരു ബബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിക്കൊണ്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിത് എങ്ങനെ എനേബിൾ ചെയ്യാം, എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് അതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ അവസാന ഭാഗത്ത് കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവസാന ഭാഗത്തേക്ക് എത്തുക. അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 3 പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് ഒന്ന് ഓവർലേ പെർമിഷൻ ആണ്, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആക്സസ് ആണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ അലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് രണ്ടാമതായി നോട്ടിഫിക്കേഷൻ ആക്സസിന് വേണ്ടിയുള്ള പെർമിഷനും അലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷന്റെ ഭാഗം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അവസാന ഭാഗത്ത് ഞാൻ ഉപയോഗിക്കുന്ന MI ആണ്. MI ഡിവൈസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പെർമിഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഡൺ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണെങ്കിൽ അതിനുള്ള ആക്സസ് ഇത് ആവശ്യപ്പെടും, ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യപ്പെടും. അത് നിങ്ങൾ കൊടുക്കുക. തുടർന്ന് താഴെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടുള്ള ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വാട്സ് ചാറ്റ് ബബിൾ സ്റ്റാർട്ട് സർവീസ് എന്നുള്ള ഒരു ഭാഗം എനേബിൾ ആണ്. ഇത് ഓണായി തന്നെ കിടക്കട്ടെ. നമുക്കിവിടെ ഇടത് ഭാഗത്ത് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം ആപ്ലിക്കേഷൻ എന്നുള്ള ഇതുപോലെ ബബിൾ വരേണ്ടതെങ്കിൽ നിങ്ങൾ ആ ഭാഗം കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നോർമൽ വാട്സപ്പും ബിസിനസ് വാട്സപ്പും. അത് രണ്ടും ഞാൻ ഇതുപോലെ എനേബിൾ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സഞ്ചറിൻ്റെയും അതുപോലെ തന്നെ സ്കൈപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇനി ഞാൻ എൻ്റെ ഒരു വാട്സപ്പിൽ നിന്ന് മറ്റൊരു വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സെൻഡ് ചെയ്ത് കൊടുത്തു. സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മെസ്സേജ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജിൻ്റെ ഒരു ബബിൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബബിളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ബബിളിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ പോയിട്ടില്ല, ഓൺലൈനിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. റീപ്ലൈ വായിക്കുന്ന ആൾക്ക് നമ്മൾ ഓൺലൈനിൽ കാണുകയുമില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണാതെ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില ആളുകൾക്ക് രാത്രി കാലങ്ങളിലൊക്കെ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ടിപ്സ് വളരെ ഉപയോഗപ്രദമാണ്. കാരണം അവർക്ക് ഓൺലൈനിൽ വരുന്ന മറ്റുള്ളവർ കാണാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു ബബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാനും മാത്രമല്ല നമുക്ക് വരുന്ന മെസ്സേജുകൾ ആരും അറിയാതെ വായിച്ചെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ടിപ്സാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ വാട്സ് ബബിൾ ചാറ്റ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സ് ബബിൾ ചാറ്റ് എന്നുള്ളതിൽ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന ഈ ഒരു വാട്സ് ബബിൾ ചാറ്റ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ബബിൾ ഉപയോഗിച്ച് വാട്സപ്പിലൂടെ റീപ്ലൈ കൊടുക്കുന്നതും ചാറ്റ് ചെയ്യുന്നതൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജിപരമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.